ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ഹോം റെമഡിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സൺ ടാൻ മാറ്റുന്നതിനുള്ള മറ്റൊരു ഹോം റെമഡിയാണ്. നേരത്തെ നമ്മൾ ഒരു ഹോം റെമഡി ചെയ്തിരുന്നു. അതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ഹോം റെമഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേണ്ടുന്നത് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയൊരു പീസ്, അതേപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ ഒരു ചെറിയ പീസ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. അതേപോലെ തന്നെ അലോവേരയുടെ ഒരു ചെറിയ പീസും എടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മറ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ യോഗർദൊക്കെ ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെയും കുക്കുംബറിൻ്റെയും ജ്യൂസ് മാത്രമല്ല, അത് ആ പേസ്റ്റാക്കി നമ്മൾ അരച്ചുകൊണ്ട് വന്നതാണ്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തു. പിന്നീട് ചേർത്തത് ഒരു അര സ്പൂൺ നവര റൈസിൻ്റെ, പിന്നീട് അല്പം അതും ഒരു അര സ്പൂൺ തന്നെയാണ് നമ്മുടെ ലിക്കറോസ് പൗഡർ, അതായത് ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മറ്റ് ബ്ലീച്ചുകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതിനകത്ത് കുക്കുംബറും അതേപോലെ തന്നെ ബീറ്റ്റൂട്ട്, അലോവേര, ഇത്രയേ ഉള്ളൂ. പിന്നീട് നമ്മൾ ആ പൗഡേഴ്സൊക്കെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വെയിലത്തൊക്കെ പോകുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. അത് ഒരുപാട് നമ്മൾ വെയിൽ കൊള്ളുന്നവർ ഉണ്ട്. ഈ സൈറ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് കൂടുതലും സൺ ടാൻ അടിച്ച് അവരുടെ ശരീരം മൊത്തം കരിവാളിക്കും. അവരുടെ ഷർട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയുടെ കളറും അതുപോലെ തന്നെ കൈയിൻ്റെ കളറും ഫേസിൻ്റെ കളറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് എനിക്കിത് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഹോം റെമഡി ചെയ്ത് നോക്കിയിട്ടുള്ളത്. നോക്കൂ, എൻ്റെ സ്വന്തം ആളിൻ്റെ കൈയാണ്. അദ്ദേഹം സൈറ്റിലൊക്കെ പോയി കൈയൊക്കെ വെയിൽ കൊണ്ട് കരിവാളിച്ചിരിക്കുന്നത് കണ്ടോ. ബോഡിയുടെ കളറും കൈയിൻ്റെയും ഫേസിൻ്റെയും കളറും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. രാത്രിയും പകലും പോലുമുള്ള വ്യത്യാസമാണ്. അതുപോലെ നോനും മോനും ഇവരൊക്കെ സൈറ്റിലൊക്കെ പോകുന്നതല്ലേ. സൈറ്റ് വർക്ക് ഓഫീസിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ. എൻജിനീയേഴ്സ് ആകുമ്പോൾ അവർക്ക് അന്നേരം സൈറ്റിലെ കാര്യങ്ങളും നോക്കാൻ പോകണം. അപ്പോൾ വെയിൽ കൊണ്ടെങ്കിലേ പറ്റുള്ളൂ. വെയിൽ കൊണ്ടിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് കരിവാളിച്ച് നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നേരത്തെ ഉള്ളതൊക്കെ ഇദ്ദേഹം അതിനൊന്നും നിൽക്കില്ല. പക്ഷേ മോനെ ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. പക്ഷെ അദ്ദേഹത്തിനെ ഞാനിപ്പോൾ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇന്ന് വന്നതാണ് എൻ്റെ സ്വന്തം കൈ. നമുക്കതൊന്ന് പരീക്ഷിച്ച് വിജയിപ്പിക്കാം അല്ലേ. നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ മാത്രമല്ല ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫേസിൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. കയ്യിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ എങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എന്തായാലും സമ്മതിച്ചു. ഇപ്പോൾ 2 ദിവസം ഇവിടെ അവധിയായിരുന്നു. 2-3 ദിവസം അവധി കിട്ടി. അടുപ്പിച്ച് 2-3 ദിവസം അവധി കിട്ടി. ആ 2-3 ദിവസം ഞങ്ങൾ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് ആളെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ മഴയൊക്കെ ആയിരുന്നു. മഴയും ഒക്കെ വന്നത് കാരണം 2-3 ദിവസം അവധിയായിരുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റിനും എല്ലാം അവധിയായിരുന്നു. ഇപ്പം നമ്മളത് ആ കോട്ട് നന്നായിട്ട് കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കഷ്ടിയെ ഒരിടത്ത് നമ്മൾ ഇരുത്തി
ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നുണ്ട്. അടുത്ത ഒരു പരീക്ഷണം ചെയ്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.